നമ്മുടെയൊക്കെ സ്വന്തം ബുദ്ധിജീവിയായ കാരശ്ശേരി മാഷ് ചോദിക്കുകയാണ്, പൊന്നാരന്റെ ചെങ്ങായിമാരെ നമ്മളെ കാരശ്ശേരി മാഷിനൊരു ചോദ്യം. മുഖം മറിച്ച് പറന്നിട്ട് ബസ്സിനുള്ളിൽ പോയാല് ഓൽക്ക് ടിക്കറ്റ് ഫ്രീ ആണോന്ന്. അതിന് നമ്മളെ ഉസ്താദ് ഒരു മറുപടി കൊടുത്തു, ആദ്യം കേൾക്കുന്നിട്ട് ബാക്കി. നമ്മുടെയൊക്കെ സ്വന്തം ബുദ്ധിജീവിയായ കാരശ്ശേരി മാഷ് ചോദിക്കുകയാണ്, മുഖം മൂടുന്ന പർദ്ദ ഇട്ടുകൊണ്ട് ആരെങ്കിലും പ്രിയദർശിനി ബസ്സിൽ കയറിയ എന്ത് ചെയ്യുമെന്ന്. എന്ത് ചെയ്യാനാ? 10 രൂപ ലാഭിക്കാം. ഈ 10 രൂപയുടെ ടിക്കറ്റ് അവൻ ലാഭിക്കണമെങ്കിൽ 800 രൂപയുടെ പർദ്ദ ഇടണം. മലയാളി ഇത്ര ദാരിദ്ര്യം പിടിച്ചവനാണ്. അയ്യേ, മലയാളത്തിലെ പുരുഷന്മാരെ നാണം കെടുത്തരുത്. 10 രൂപ ലാഭിക്കാൻ വേണ്ടി ഞാൻ 800 രൂപയുടെ പർദ്ദ വാങ്ങണം. അയ്യേ, ആ പൈസ ഉണ്ടെങ്കിൽ 4 റൗണ്ട് കുഴിമന്തി മേടിച്ചു തിന്നാം. പൊന്നുമാഷ, നിങ്ങളുടെയൊക്കെ ബുദ്ധി കാഞ്ഞ ബുദ്ധി തന്നെ കേട്ടാ. പിന്നെ ഒരു നാട്ടിൽ ബോംബ് പൊട്ടിക്കണമെങ്കിലും കലാപം ഉണ്ടാക്കണമെങ്കിലും അക്രമം ഉണ്ടാക്കണമെങ്കിലും പർദ്ദ ധരിക്കേണ്ട ആവശ്യമില്ല മാഷെ. മാർട്ടിൻ 6-7 പേരുടെ ജീവൻ കളമശ്ശേരിയിൽ കളഞ്ഞത്, അവിടെ സ്ഫോടനം നടത്തിയത് പർദ്ദ ഇട്ടിട്ട് വന്നിട്ടാണ്. പിന്നെ പർദ്ദ ഇട്ടുകൊണ്ട് വരുന്ന ചില ആളുകളുണ്ട് പബ്ലിക് പ്ലേസിൽ, അവരെങ്ങൾ കണ്ടിട്ടില്ല? അത് ഈ നാട്ടിലെ മാന്യന്മാരായ മനുഷ്യന്മാരല്ല. ആണുമല്ല പെണ്ണുമല്ല. ആണും പെണ്ണും കണ്ട വേർതിട്ടുണ്ട്, അറിയോ? കണ്ടു കസവിന്റെ തട്ടമിട്ട് വെള്ളിയരിഞ്ഞാടമിട്ട് എന്റെ പേര് വെച്ചു പോയി. ആ പർദ്ദ ഇട്ടവന്റെ മുഖം മൂടിയുണ്ട്. വിഷ്ണു നമ്പൂരിയ. ആ പേര് നന്നായിട്ട് കേട്ട് കാണൂല്ലേ? ഇങ്ങനെയുള്ളവര് മുഖം മൂടിയിടുന്ന പർദ്ദ ഇട്ടുകൊണ്ട് വരും. പൊന്നുമാഷെ, ഭയങ്കര ബുദ്ധിയാ. 10 രൂപയുടെ ആ ടിക്കറ്റ് ലാഭിക്കാൻ വേണ്ടി 800 രൂപയുടെ പർദ്ദ എന്നെ കൊണ്ട് മേടിപ്പിക്കുന്ന അങ്ങയുടെ ബുദ്ധി റോക്കറ്റ് പോലെ. എനിക്ക് പോലെ ഒരു കാര്യം കൂടി പറയാണ്ട്. നമ്മുടെ കേരളത്തിൽ MDMA പിടിച്ചതിൽ മുഖ്യധാര ആരാറിയോ? ഒരു ടീച്ചർ. അതിന്റെ മറുപടിയും നമ്മളെ ഉസ്താദ് കൊടുത്തിട്ട് അതും കൂടി കേട്ടിട്ട് പോയാ മതി. ചേച്ചി, ശശില ടീച്ചർ അടക്കമുള്ളവരെ കണ്ടില്ലേ? വാർത്ത ശ്രദ്ധിച്ചില്ലല്ലേ? അധ്യാപികയാണേ. MDMA കേസിൽ, വടകര MDMA കേസിലെ മുഖ്യ സൂത്രധാര അവരെ അറസ്റ്റ് ചെയ്തിരിക്കുകയാണ്. മതവും ജാതിയൊക്കെ കലക്കാനാണെങ്കിൽ എത്ര മനോഹരമായിട്ട് കലക്കാന്നറിയാമോ? ഈ ഓപ്പറേഷൻ തൂഫാനുമായി ബന്ധപ്പെട്ട് നമ്മുടെ ആഭ്യന്തരമന്ത്രി ബഹുമാനപ്പെട്ട രമേശ് ചെന്നിത്തല സാറ് AP ഉസ്താനും ജിഫ്രി തങ്ങൾക്കും തൂഫാൻ വാരിയേഴ്സിന്റെ ബാഡ്ജ് കൊടുത്തപ്പം RV ബാബു പറഞ്ഞൊരു ആർഗ്യുമെന്റ് ഇങ്ങനെയായിരുന്നു, അവർക്ക് തന്നെ കൊടുക്കണം, കാരണം അവരെ സമുദായത്തിൽപ്പെട്ട ആളുകളാണ് ഇതിന്റെ മൊത്ത കച്ചവടക്കാരെന്നാ പറഞ്ഞ, ഇതിന്റെ ആളുകളെന്ന് പറഞ്ഞ. ഇപ്പൊ സ്കോർ ലെവലായല്ലേ? എല്ലാ വിഭാഗത്തിൽപ്പെട്ട ആളുകൾ ഉണ്ടെന്ന് ഇപ്പൊ മനസ്സിലായില്ലേ? പ്രശ്നങ്ങൾ നമ്മൾ അഡ്രസ് ചെയ്തുകൊണ്ട് നമ്മുടെ നാടിനെ രക്ഷിക്കാൻ നമ്മൾ ഒപ്പം നിൽക്കുന്നതിന് പകരം അവിടെയൊക്കെ മതം കലക്കുക. ഞങ്ങൾക്ക് അത്രത്തോളം ബുദ്ധിശൂന്യത ഇല്ലാത്തതുകൊണ്ടാണ് ഇതിലൊന്നും മതം പറയാത്തത്. തെറ്റ് ചെയ്യുന്നത് അയാളുടെ വ്യക്തിഗതമായ കാര്യമാണ്. എല്ലാ വിഭാഗത്തിൽപ്പെട്ട മനുഷ്യരും തെറ്റ് ചെയ്യും, വഞ്ചിക്കും, ചതിക്കും, അക്രമവും അരാജകത്വം ഉണ്ടാക്കും. ഇതെല്ലാം അവന്റെ വ്യക്തിഗതമായ കാര്യമാണ്. അതിൽ ഒരു മതത്തിനും യാതൊരു പങ്കും പ്രസക്തിയില്ല. എത്ര സ്വാമിമാര്, എത്ര പള്ളിയിലച്ചന്മാര്, അതുകൊണ്ട് ഞാൻ ധരിച്ചിരിക്കുന്ന വേഷം ധരിച്ച മനുഷ്യര് ഒക്കെ ഈ അബദ്ധം പലരും തെറ്റ് ചെയ്തിട്ടുണ്ട്. അതിന്റെ പേര് പോലീസ് കേസെടുത്തിട്ടുണ്ട്, പിടിച്ചിട്ടുണ്ട്, അറസ്റ്റ് ചെയ്തിട്ടുണ്ട്, ജയിലടച്ചിട്ടുണ്ട്. പക്ഷേ ഏതെങ്കിലും ഒരു വിഭാഗത്തിൽപ്പെട്ട മനുഷ്യരെ മാത്രം പിടിക്കുമ്പം അത് മതകീയമാകും. ബാക്കി എല്ലാവർക്കും വ്യക്തിഗതമായ തെറ്റുമായി മാറുന്ന ആ ഒരു ഇരട്ടത്താപ്പ് നിങ്ങൾ ഇനിയെങ്കിലും ചിന്തിക്കുക. ഇപ്പൊ കണ്ടില്ലേ, ടീച്ചറാണ്, അവരുടെ പേര് നിങ്ങൾ ശ്രദ്ധിച്ചില്ലേ? ആ പേര് നോക്കിയിട്ട് ഇവിടെ ആരെങ്കിലും മതം പറയാൻ വരുന്നുണ്ടാ? പറയത്തില്ല. അതാണ് വിവേകം. ഇനിയെങ്കിലും നിങ്ങളെ പോലെ ബുദ്ധിയില്ലാത്ത അല്ലെങ്കിൽ ബുദ്ധി കുറവുള്ള മനുഷ്യർ ചിന്തിച്ചോ, തെറ്റിന് അത് അവന്റെ സ്വന്തം വൈകല്യം കൊണ്ട് മാത്രം സംഭവിക്കുന്നതാണ്. അതിന് മതത്തിന് ജാതിക്ക് യാതൊരു പ്രസക്തിയില്ല. ഇനി പ്രസക്തി ഉണ്ടായിരുന്നെങ്കിൽ നിങ്ങൾ പറഞ്ഞ പോലെ ഒരു മനുഷ്യൻ ചെയ്യുന്ന തെറ്റിൽ മതത്തിന്റെ ഇടപെടലാണെങ്കിൽ ഇതിലും നിങ്ങൾ പറയണം. ഈ പെൺകുട്ടിയുടെ പേര് നോക്കി നിങ്ങൾ പറയണം മതത്തിന്റെ ഇടപെടലാണ്. അല്ലല്ലോ, ഹിന്ദുമതം പറഞ്ഞിട്ടാണ് അവള് MDMA വിറ്റത്. അതുപോലെ തന്നെ ഈ സമീപ ദിവസങ്ങളിലൊക്കെ മുസ്ലിം സ്ത്രീകളെ പിടിച്ചിരുന്നു. ഇസ്ലാം പറഞ്ഞിട്ടാണ് അവര് MDMA വിറ്റത്. അതൊക്കെ അവര് കാശുണ്ടാക്കാൻ വേണ്ടിയും ആഡംബരത്തിൽ ജീവിക്കാൻ വേണ്ടിയൊക്കെ കാണിക്കുന്ന തോന്നിയാസമാണ്. വളരെ വേഗത്തിൽ പൈസ ഉണ്ടാക്കാനുള്ള മാർഗം ഇതൊക്കെ. ഒരു മാസം കിട്ടുന്ന 25,000-30,000 രൂപ ഒന്നും കൊണ്ട് പോരാ. അടിച്ചു പൊളിച്ച് ജീവിക്കണമെങ്കിൽ നല്ല പൈസ വേണം. അപ്പോൾ ഒരു MDMA ഒക്കെ എങ്ങോട്ട് നിസ്സാരമായിട്ട് കൊണ്ടങ്ങോട്ട് വിറ്റ് കഴിഞ്ഞാൽ ലക്ഷങ്ങൾ ലാഭം കിട്ടുമെന്ന് കാണുമ്പോൾ പോകുന്നതാ. മനസ്സിലായ? അപ്പൊ അതുകൊണ്ട് ഇനിയെങ്കിലും ഈ വൃത്തികെട്ട സംസാരമൊക്കെ ഇനിയെങ്കിലും നിങ്ങളൊക്കെ നിർത്തണേ. മനുഷ്യരിവിടെ ഒന്നായിട്ടും ഒരുമയോടുകൂടൊക്കെ പോയിക്കോട്ടെ. തെറ്റ് ചെയ്യുന്നവരെ അവരെ മാത്രം പറയുക. അവരുടെ ആശയത്തെയും അവരുടെ മതത്തെയും അവരുടെ കുടുംബത്തെയും എന്തിനാണ് അനാവശ്യമായ ഇതിലേക്കൊക്കെ വലിച്ചിഴക്കുന്നത്? അതുകൊണ്ട് ഇത്തരം വൃത്തികെട്ട സംസാരങ്ങൾ നിങ്ങൾ നിർത്തത്തില്ല. കാരണം ഡോളർ ഇങ്ങനെ വരികയല്ലേ ഇതിനൊക്കെ. അതിങ്ങനെ വായും പൊളന്ന് കേൾക്കാൻ കുറെ മനുഷ്യർ. ഏതായാലും നടക്കട്ടെ.